ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്താൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല. നമ്മൾ അസാധ്യം എന്ന് കരുതുന്ന പല കാര്യത്തിനും ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് എപ്പോഴും സാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അസാധ്യമായ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് ഇതാര് ഉരുട്ടി മാറ്റും, ഇതാര് വഴി തുറക്കും, ഇതെങ്ങനെ അപ്പുറത്തേക്ക് എനിക്ക് മറികടക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ: അസാധ്യമായ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന കാര്യത്തെ നോക്കി നീങ്ങിപ്പോകുവാൻ വേണ്ടി ആവശ്യപ്പെടുക, നിങ്ങൾ കൽപ്പിക്കുക, നിങ്ങൾ പറയുക, വിശ്വാസം പ്രഖ്യാപിക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. ആ അസാധ്യമായതിനെ എടുത്തു മാറ്റാൻ കർത്താവ് സർവശക്തനാണ്. നമുക്കൊരുമിച്ച് അതുപോലെ ചെയ്യാം. അപ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കോ സ്പോൺസേഴ്സ് പിറവത്തുനിന്നൊരു വെൽവിഷറാണ്. ജനുവരി 28 മകൻ ജെറമായ ജോമോൻ്റെ 6ാമത്തെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മകൻ ജെറമിയ ജോമോനും മകൾ ജെസികയും ദൈവ പൈതലായി വളരുവാൻ, ദൈവിക ആരോഗ്യമുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ അടുത്തൊരു സ്പോൺസർ ദുബായിൽ നിന്ന് റിനി മാത്യു ആൻഡ് സിന്ധു റിനിയാണ്. താങ്ക് യു റിനി ആൻഡ് സിന്ധു. റിനി മാത്യുവിന് ദുബായിൽ പുതിയ ജോലി ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. കൺഗ്രാജുലേഷൻസ്. ഇന്ന് റിനി മാത്യുവിൻ്റെയും സിന്ധു റിനിയുടെയും വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി റിനി ആൻഡ് സിന്ധു. കർത്താവ് ധാരാളമായി രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഫെബ്രുവരി 14 റിനി മാത്യുവിൻ്റെ ജന്മദിനമാണ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. കർത്താവെ, ഞങ്ങൾ റിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിന്ധുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരെയും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹപ്രദമാകട്ടെ, അവരുടെ വ്യക്തിപരമായ ജീവിതം അനുഗ്രഹപ്രദമാകട്ടെ, അവരുടെ ജോലിയുമായിട്ട് ശുശ്രൂഷയുമായിട്ടുള്ളതെല്ലാം അനുഗ്രഹമായി തീരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മളെല്ലാം കാത്തിരിക്കുന്ന ദൈവിക സന്ദേശം കേൾക്കുവാനാണ്. ഒട്ടും നമുക്ക് സമയം കളയേണ്ട, വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് എടുക്കാം. വെൽക്കം ബാക്ക്. നോട്ട്ബുക്ക് എടുക്കുക, പേൻ എടുക്കുക, ബൈബിൾ എടുക്കുക, റെഡിയാകുക. ഈ ആഴ്ചയിൽ നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഡിവിജ്വൽ വർഷിപ്പിനെ കുറിച്ചാണ്. I tell you, this will change your life. This will transform your life. എല്ലാ ദിവസവും കാണുന്ന പോലെ ചുമ്മാ കണ്ടാൽ പോരാ, ഇതിൽ പറയുന്ന പ്രായോഗിക വശങ്ങൾ ജീവിതത്തിൽ അങ്ങ് പകർത്തുക. ആരാധന എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ആരാധനയാക്കി അതിനെ പരിമിതപ്പെടുത്തി 2 മണിക്കൂർ, 1.5 മണിക്കൂർ, 3 മണിക്കൂർ ആരാധന എന്നതിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യാതെ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ ദൃശ്യം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഏശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, വെളിപ്പാട് പുസ്തകം 4:5 കാണുന്നു. 24/7 എന്നതുപോലെ രാപകൽ അവർ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തെ അവർ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലെ ഈ ത്രിമാന ലോകത്തിൽ നമ്മൾ ടൈഡപ്പാണ്. ജോലി ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചിലർക്ക് 8 മണിക്കൂർ ജോലി, 12 മണിക്കൂർ ജോലി, ഓവർ ടൈം ജോലി, അതും ഹെക്റ്റിക്കായിട്ടുള്ള ജോലി. ചിലത് ഇപ്പോൾ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സൊക്കെ ആണെങ്കിൽ അതിൻ്റെ കോഡ്, ഭാഷ ഇതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അവരുടെ മെൻ്റൽ എനർജി മുഴുവൻ അതിലേക്കിട്ട് ഒത്തിരി കമ്മിറ്റഡായിട്ടൊക്കെ ഇരിക്കേണ്ട രീതിയിലുള്ള ജോലി കാണും. മെൻ്റലി എൻഗേജ്ഡ് ആക്കുന്നതൊക്കെ കാണും. എങ്കിലും ഇൻ ബിറ്റ്വീൻ, ഡ്യൂറിങ് ദ ബ്രേക്ക് അല്ലെങ്കിൽ ജോലിക്കിടയിൽ ഗ്യാപ്പിൽ നമുക്ക് ദൈവത്തെ വിസ്പർ ചെയ്യുന്ന, ആരാധിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദാറ്റ് വിൽ ബി ഓൾവേസ് ഇൻ കണക്ഷൻ വിത്ത് ദ ലോർഡ്. വിൽ ബി ലിവിങ് ഓർ വി വിൽ ബി സ്റ്റേയിങ്
or abiding in the true vine. അല്ലേ, നമ്മൾ ദൈവത്തിൽ വസിക്കുവിൻ, എന്നിലും വസിക്കുവിൻ, അല്ലെ, എൻ്റെ വചനത്തിൽ വസിക്കുവിൻ എന്നൊക്കെ കർത്താവ്. അങ്ങനെ ദൈവത്തിൽ വസിക്കുന്നൊരു അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ഓൾറൈറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ 34-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 3 വചനങ്ങൾ നമ്മൾ കണ്ടു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴും. ദൈവം ഒരു ഓൾ സീസൺസ് ഗോഡാണ്. നമ്മൾ പല സീസണുകളിലൂടെ പോയാലും ദൈവം ഈ സീസണുകളിലെല്ലാം മുകളിലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ദൈവത്തെ എല്ലാ സീസണുകളിലും ആരാധിക്കുന്നൊരു സ്വഭാവം നമുക്ക് വേണം. നമുക്ക് കഷ്ടകാലം വരുമ്പോൾ നമുക്ക് പലപ്പോഴും പാട്ട് പാടാനോ ആരാധിക്കാനോ ആരാധനയ്ക്ക് പോകാനോ പോലും മൂടുണ്ടായി, ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. എന്നാൽ ഇങ്ങനെയുള്ള കാലങ്ങളിലൂടെയും പോയി ആ കാലത്തും ദൈവത്തെ ആരാധിച്ച് ആ കാലത്ത് സങ്കീർത്തനങ്ങൾ ചമച്ച് താനും പാടി മറ്റുള്ളവരെ കൊണ്ട് പാടിപ്പിക്കുകയെല്ലാം ചെയ്ത ദാവീദ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുപോലെ പല ക്യാരക്ടേഴ്സ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പല സീസണുകളിലൂടെ പോയ ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നതായിട്ടോ ദൈവത്തെ തള്ളിപ്പറയുന്നതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. യോബിൻ്റെ ജീവിതത്തിൽ സകലവും തനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ താൻ വീണ് ദൈവത്തെ ആരാധിച്ചു എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് എഫക്റ്റീവായി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്? അതിൻ്റെ മെത്തേഡ്സിലേക്ക് നമ്മൾ ഇന്നലെ പ്രവേശിച്ചു. അതിൽ നമ്മൾ കണ്ടത് we can whisper praises to God whenever possible. സാധിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ അധരങ്ങൾ കൊണ്ട് മറ്റുള്ളവർ കേൾക്കണമെന്നില്ല, വളരെ ചെറിയ വിസ്പറിങ് വോയിസിൽ ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കാം. അതാണ് ഒരു മെത്തേഡ്. സങ്കീർത്തനങ്ങൾ 63-ന്റെ 3-4 നമ്മളെടുത്ത് ധ്യാനിച്ചു. അതിനുശേഷം നമ്മൾ കണ്ട അടുത്ത ഒന്നാണ് ഒബ്സർവ് ദ നേച്ചർ ആൻഡ് ഗ്ലോറിഫൈ the creator, the God, the creator God. ഈ പ്രപഞ്ചത്തെ, യൂണിവേഴ്സിനൊക്കെ ഉണ്ടാക്കിയ ദൈവത്തെ അതൊന്ന് കാണുമ്പോൾ, ഒരു പിക്നിക്കിന് പോകുമ്പോൾ, അല്ലേ, ഒരു എക്സ്കർഷന് പോകുമ്പോൾ, ഒരു ഹോളിഡേക്ക് പോകുമ്പോൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്, ഹിൽ സ്റ്റേഷനുകളിലും ബീച്ചുകളിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത്. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തേക്കാൾ കുറേ കൂടെ പ്രകൃതി രമണീയമായ നല്ല സ്ഥലങ്ങളിലാണ് നമ്മൾ അങ്ങനെയൊക്കെ പോകുന്നത്. ആ പോകുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തെ വാഴ്ത്താം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. 19-ാം സങ്കീർത്തനത്തിലെ ആദ്യത്തെ 6 വചനങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. The heavens declare the glory of God. The skies proclaim the work of his hands. Day after day they pour forth speech. Night after night they reveal knowledge. ഇതെല്ലാം നമ്മൾ കണ്ടു. സോ അങ്ങനെ ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരേ കാര്യങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത കാണുമ്പോൾ, ആ ഗാംഭീര്യം കാണുമ്പോൾ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ കഴിയും. ഓൾറൈറ്റ്. ഇനി നമ്മൾ പോകുന്നത് അടുത്തതിലേക്കാണ്. അടുത്തത് പ്ലേ വർഷിപ്പ് സോങ്സ് ആൻഡ് സിംഗ് അലോങ്. അടുത്ത് വന്ന് ഈ കാലത്ത്, പണ്ട് കാലത്തൊക്കെ ഓർക്കുന്ന ക്രിസ്തീയ ഗാനങ്ങൾ, എൻ്റെ തുടക്കകാലത്ത് എൻ്റെ ഓർമ്മയിൽ ആദ്യം ഒരുതരം എന്താ പറയുക, പ്ലേറ്റ് എന്നൊക്കെ പറയും, ഒരു ഡിസ്കായിരുന്നു. എന്നിട്ട് ഒരു സൂചി പോലൊരു സാധനം ഇങ്ങനെ വെക്കുമ്പോൾ ആ റെക്കോർഡ് പ്ലെയർ, അതിലൂടെയാണ് ഇത് പുറത്തേക്ക് വന്നുകൊണ്ട്. അതിനുശേഷം വന്നാണ് ഓഡിയോ കസറ്റ്സ്. ശുശ്രൂഷയുടെ തുടക്കകാലത്തൊക്കെ ഈ ആരാധന ഗീതങ്ങളൊക്കെ അതിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സാധാരണ സ്റ്റുഡിയോയിലൊക്കെ റെക്കോർഡ് ചെയ്ത ശേഷം ഓഡിയോ കസറ്റുകളാക്കി അതിൻ്റെ അപ്പുറം ലേബൽ ഒട്ടിച്ച് ആ ഓഡിയോ കസറ്റിനൊരു കവറുണ്ടായിരിക്കും. ആ കവറിലൊക്കെ ഇട്ട് അങ്ങനെയാണ് ക്രിസ്തീയ ഗാനങ്ങളൊക്കെ പുറത്തു വന്നത്. അപ്പോൾ അതിന് നമുക്ക് അത് പ്ലേ ബാക്ക് ആയിട്ടുള്ള റെക്കോർഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ടൈപ്പ് റെക്കോർഡേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്ലേ ചെയ്യാം. എന്നാൽ അതിനുശേഷം നമുക്ക് ചെറിയ CD-കൾ വന്നു, DVD-കൾ വന്നു, VHS വന്നു, ഇങ്ങനെ പലതും മാറി. ഇതൊന്നും ഇന്ന് ആവശ്യമില്ല, ഒന്നുമില്ല. നമ്മുടെ മൊബൈൽ തന്നെ എല്ലാം ഉണ്ട്. ഒറ്റമൂലി എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും നമുക്കിന്ന് മൊബൈലാണ്. അതിൽ യൂട്യൂബിലും അതുപോലെ ഒത്തിരി പ്ലാറ്റ്ഫോമുകളിലും ധാരാളം വർഷിപ്പ് സോങ്സ് ഇന്ന് അവൈലബിളാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ വർഷിപ്പ് സോങ്സ് പ്ലേ ചെയ്യാൻ സാധിക്കും. ദിസ് ഈസ് വാട്ട് ഐ ഡു എവറി ഡേ. ചിലപ്പോൾ
ഉറങ്ങുന്ന സമയത്ത് പോലും, കിടക്കുമ്പോഴും, എക്സസൈസ് ചെയ്യുമ്പോഴും, പ്രേയറിലിരിക്കുമ്പോഴും എല്ലാം സോക്കിംഗ് വർഷിപ്പ്, അതെല്ലാം ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം പ്ലേ ചെയ്ത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത്, വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, നല്ല വർഷിപ്പ് മ്യൂസിക് തന്നെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്യുന്ന 2 കാര്യങ്ങൾ: ഒന്ന് വർഷിപ്പ് മ്യൂസിക് പ്ലേ ചെയ്യുക, 2 വളരെ അനോയിൻറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഇത് രണ്ടും നമ്മൾ ചെയ്യാമെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് മാൻ, അതിനപ്പുറത്ത് നമ്മുടെ മൈൻഡിനൊക്കെ ഭയങ്കരമായി അത് റിഫ്രഷ് ചെയ്യും, ഡീടോക്സ് ചെയ്യും, നമ്മളെ എനർജറ്റിക് ആക്കിയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് ഒത്തിരി പേരും രക്ഷിക്കപ്പെട്ടിട്ടും ക്രിസ്തീയ സഭകളിൽ പോകുന്നവരും ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നവർ പോലും വേൾഡ്ലി മ്യൂസിക് ഒത്തിരി പേര് കേൾക്കുകയും അതിന് അഡിക്റ്റായി ജീവിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി യൂത്ത്സ്. പുതിയ ട്രെൻഡി ആയിട്ടുള്ള പലതും അവിടെ നിന്നും പല നാടുകളിൽ നിന്നൊക്കെ വരും, കൊറിയയിൽ നിന്ന് വരും, അവിടെ നിന്ന് വരും, ഇവിടെ നിന്ന് വരും. ഇതെല്ലാം കേട്ട് ആ പ്രോഗ്രാമുകൾക്കൊക്കെ അടിമകളാകുകയാണ്. എന്നാൽ അങ്ങനെയുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി മെത്തേഡ് ടു കം ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ടു സാങ്ക്ടിഫൈ യുവർ സെൽഫ് ഈസ് ടു പ്ലേ വർഷിപ്പ് മ്യൂസിക്. നല്ല വർഷിപ്പ് മ്യൂസിക്. കാണുന്നതെല്ലാം അല്ല ഉദ്ദേശിക്കുന്നത്, സെലക്ട് ചെയ്യുക. നമുക്ക് തന്നെ അറിയാൻ കഴിയും നമ്മുടെ സ്പിരിറ്റ് മാനെ, ഇന്നർ മാനെ, മൈൻഡിനെയൊക്കെ അത് ക്യാറ്റർ ചെയ്യുന്നുണ്ട്. ശരിക്കും അത് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു അനോയിൻറ്റിങ്ങും നമുക്കും കൂടെ ചേർന്ന് പാടാൻ, ദൈവത്തെ ആരാധിക്കാൻ, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങും, നമ്മൾ ഭയങ്കരമായി ടച്ച് ചെയ്യും. അങ്ങനെയുള്ള പാട്ടുകൾ, വർഷിപ്പ് മ്യൂസിക്, ഇത് നിരന്തരമായി ചെയ്യാൻ. ഇപ്പോൾ കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 24/7 നമുക്കിങ്ങനെയുള്ള സോങ്സ് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 24/7. അപ്പോൾ നമ്മുടെ ക്യാമ്പസ് മുഴുവൻ ആ ആരാധനയുടെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ഇത് വീടുകളിലാകാം, ഇത് ട്രാവലിങ്ങിലാകാം, നമുക്ക് ഹെഡ്ഫോൺസ് വെച്ചാൽ മതി. ഇപ്പോൾ വളരെ ചെറിയ എയർപോർട്ട്സ് പോലുള്ളത് മിക്കവാറും കമ്പനികൾ ഇറക്കിയിട്ടുണ്ട്. അത് ചെവിയിൽ വയ്ക്കുന്നു. നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴോ ഏത് സമയത്തും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. സോ അതാണ് അടുത്ത പ്രാക്ടിക്കൽ മെത്തേഡ്. പലത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇൻഡിവിജ്വൽ വർഷിപ്പിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. നമ്പർ 4, ഓഫർ our bodies as a living sacrifice. അടുത്തൊരു ആരാധന ഇൻഡിവിജ്വൽ വർഷിപ്പിൽപ്പെട്ട ആ കാറ്റഗറിയിൽപ്പെട്ട ഒന്നാണ്. ഓഫർ our bodies as a living sacrifice. നമ്മുടെ ഇങ്ങനെ തന്നെ പറയണ്ട, നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി അർപ്പിക്കുവിൻ. ഇതും ഒരു ലൈഫ് സ്റ്റൈൽ വർഷിപ്പിൽപ്പെട്ട കാര്യമാണ്. ശരീരങ്ങളെ എങ്ങനെയാണ് യാഗമായി അർപ്പിക്കുന്നത്? ആദ്യം ആ ഭാഗം ഒന്നുകൂടി വായിക്കാം. വളരെ പരിചിതമായ, സാധാരണ ഞാൻ തന്നെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഭാഗം, റോമാലേഖനം 12:1-2 വചനങ്ങൾ. Therefore I urge you, brothers and sisters, in view of God's mercy, to offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. Do not conform to the pattern of this world, but be transformed by the renewing of your mind. Then you will be able to test and approve what God's will is, His good, pleasing and perfect will. മലയാളം കൂടെ നമുക്കൊന്ന് നോക്കാം. റോമാലേഖനം 12-ാം അധ്യായം 1-2 വചനങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ഇംഗ്ലീഷിൽ ഐ urge you, ഒത്തിരി നിർബന്ധ ബുദ്ധിയോടുകൂടി പറയുന്ന കാര്യം, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, എല്ലാവരും പറഞ്ഞ ശരീരങ്ങളെ. അപ്പോൾ നമ്മൾ ഈ സ്പിരിറ്റ് ആൻഡ് ട്രൂത്തിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇല്ലേ? സാധാരണ എല്ലാവരും ഈ
ബോണഗെയിൻസിനിടയിൽ പറയുന്നത് സത്യത്തിൽ ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം അല്ലേ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, സത്യവും ആത്മാവും അവിടെ നിൽക്കട്ടെ, അത് തീർച്ചയായിട്ടും വേണം. എന്നാൽ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? സത്യത്തിലും ആത്മാവിലും ആരാധിച്ച ശേഷം ഈ ശരീരം കൊണ്ട് വേറെ പരിപാടികൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പോൾ അവിടെ ഒരു സമർപ്പണം ആവശ്യമാണ് അല്ലേ? നമ്മുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അപ്പോൾ ഒരു യാഗവസ്തുവായി ശരീരത്തെ സമർപ്പിക്കണം. അടുത്തത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ. അവിടെ എന്തു വന്നു? മനസ്സും വന്നു. അപ്പോൾ ആത്മാവിൽ സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. അവിടെയാണ് പലപ്പോഴും എല്ലാവരും ഫോക്കസ് കൊടുക്കുന്നത്. എന്നാൽ അതോട് ചേർന്ന് കിടക്കുന്ന രണ്ട് കാര്യങ്ങൾ അല്ലേ? മാൻ ഈസ് എ ട്രൈപാർട്ടൈറ്റ് ബീയിങ്. 3 ഘടകങ്ങളുള്ള വ്യക്തിത്വമാണ്, ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. ആത്മാവ്, മനസ്സ്, ശരീരം. സിമ്പിളായി പറയുകയാണ്. ഈ ആത്മാവിൻ്റെ കാര്യം, ആത്മാവിൽ നിന്നാണ്, അതാണ് വർഷിപ്പ് ചേംബർ, അവിടെ നിന്നാണ് ദ ഒറിജിൻ ഓഫ് വർഷിപ്പ്. ഇനി അടുത്തത്, അവിടെ തീരരുത്, എന്തുകൂടെ വരണം? മനസ്സുകൂടെ അതിൽ ഇൻവോൾവ്ഡ് ആകണം. അതിനുവേണ്ടി മനസ്സിനെ പുതുക്കണം. മനസ്സിനെ കളയാനല്ല പറഞ്ഞത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ. ഓക്കെ. അടുത്തതാണ് ശരീരങ്ങളെ സമർപ്പിക്കണം. ശരീരങ്ങളെ മുഴുവനായും ദൈവത്തിന് സമർപ്പിക്കും. അപ്പം അവിടെ നമുക്ക് ഇടയ്ക്കൊക്കെ പറ്റുന്ന സമയത്തൊക്കെ പറയാം, കർത്താവേ, ഐ സറണ്ടർ, ഓർ I offer my head, my heart, my hands, my organs, my limbs, my complete body, every single cell in my body. I offer to you, Lord. എപ്പോഴും ദൈവത്തിന് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, എൻ്റെ ശിരസിനെ സമർപ്പിക്കുന്നു, ശരീരത്തെ സമർപ്പിക്കുന്നു, കൈകാലുകളെ സമർപ്പിക്കുന്നു, എൻ്റെ ഹൃദയം, എൻ്റെ ശ്വാസകോശങ്ങൾ, എൻ്റെ ആന്തരിക അവയവങ്ങൾ, എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും, ഓരോ ഫൈബറും കർത്താവെ അങ്ങേക്കായി ഞാൻ സമർപ്പിക്കുന്നു. വാ കൊണ്ട് നമുക്ക് ആരാധനാ സമയത്ത് പറയാം. 63-ാം സങ്കീർത്തനത്തിലൊക്കെ അത് പറയാം, എൻ്റെ മാംസം. സോ നമ്മുടെ ശരീരം ആരാധനയിൽ ഇൻവോൾവ് ചെയ്യണം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും ചെയ്യണം. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നമ്മുടെ 3 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ വ്യക്തിത്വം മുഴുവൻ, അല്ലെങ്കിൽ നാം ആകുന്ന സൃഷ്ടി മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരനുഭവത്തിലേക്ക് വരും. ഓക്കെ. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്തത് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം നോക്കാം. 1 Corinthians 6:20. അവിടെ for you were bought with a price, therefore glorify God in your body and in your spirit, which are God's. 6:20. 1 കൊരിന്ത്യർ 6:20 എടുക്കാം. 6-ാം അധ്യായം 20-ാം വചനം നോക്കാം. ദൈവത്തിൻ്റെ ദാനമായി 20. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. So we can worship God or glorify God with our bodies. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു മുമ്പ് തന്നെ പറയുന്നത് ദൈവത്തിൻ്റെ ദാനമായി, verse number 19, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? ഇത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അല്ല, യു ഹാവ് ബീൻ പർച്ചേസ്ഡ്. നിങ്ങളെ ഒരാൾ വിലക്ക് വാങ്ങിയിരിക്കുന്നു, നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. എത്ര പേരെന്ന് തീരുമാനിക്കും, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകാം. അപ്പം അങ്ങനെയാണെങ്കിൽ ആരാധന യോഗങ്ങളിൽ വരുമ്പോൾ പോലും ഈ ശരീരം കൊണ്ട്, ഇപ്പോൾ ഈ ബ്ലെസ്സിങ് ടുഡേ പോലുള്ള ആരാധനകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ആരാധന യോഗങ്ങൾ നടക്കുന്ന സമയത്ത് ഉറക്കെ പാടും, കൈയടിക്കും,
ചിലർ നൃത്തം ചെയ്യും, ചിലർ ഷോൾ വീശും, ചിലർ ഫ്ലാഗ് വീശും, ചിലപ്പോൾ വീണ് കിടക്കും. അപ്പം നമ്മൾ ഈ മൂവ്മെൻ്റ് ഒരല്പം എക്സ്പ്രസീവാണ്. ദൈവത്തെ ഏത് രീതിയിലും ലജ്ജ കൂടാതെ ദാവീദൊക്കെ ചെയ്ത പോലെ, സ്വർഗത്തിൽ ദൂതന്മാർ ചെയ്യുന്നത് പോലെ, ഇയ്യോബ് ചെയ്തതുപോലെ, മറ്റു പല ഭക്തന്മാരും ചെയ്തതുപോലെ നമ്മൾ വളരെ റിസർവ്ഡായിട്ട് ഇങ്ങനെ ചുമ്മാ എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ടൈപ്പല്ല. നമ്മുടെ കോളിങ് അതല്ല, നമ്മൾ അതിനല്ല വയർ ചെയ്തിരിക്കുന്ന നമ്മുടെ രീതികൾ അങ്ങനെയാണ്. അതാണ് സ്വർഗത്തിൽ നടക്കുന്നത് കൊണ്ടാണ് നമ്മളത് അനുകരിക്കുന്നത്. കാരണം സ്വർഗത്തിൽ ചെന്നാൽ ഇത് തന്നെ പരിപാടി. അവിടെ ഇങ്ങനെ ആരോടും മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് മൗനമായി ധ്യാനിച്ച് ധ്യാന ഗുരുക്കളായിട്ടിരിക്കാനുള്ള പരിപാടികളൊന്നുമല്ല. ധ്യാനമൊക്കെ ഇവിടെ ചെയ്തു. അവിടെ ഇടിവെട്ട് പോലെയാണ് ആരാധന, ഹല്ലേലൂയ മുഴങ്ങുന്നത്. ഭയങ്കര ശബ്ദമാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തൊരു റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് പോകുന്നത് എപ്പോഴും നല്ലതാണ്. അവിടെ ചെന്നാലും അല്ലെങ്കിൽ അവിടെ ചെന്ന് പിന്നെ ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇത് അടിച്ചു പോകും എല്ലാം. എന്നാൽ നമ്മളിവിടെ ട്രെയിൻഡ് ആണെങ്കിൽ നോ പ്രോബ്ലം. ഞങ്ങൾ കണ്ടൊരു കാര്യമാണ്, ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും ജനിച്ച സമയത്ത് ആരാധനയ്ക്ക് പോയി ഇരിക്കുന്ന സമയത്ത് സ്പീക്കറിൻ്റെ തൊട്ട് മുമ്പിലേക്ക് ആയിരിക്കും ഇരിക്കുന്നത്. ക്ഷമ സിസ്റ്ററും മടിയിലൊരു തലയണ വെച്ച് കുഞ്ഞുങ്ങളെ കിടത്തി കാലിങ്ങനെ ആട്ടിക്കൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ഈ സ്പീക്കറിൻ്റെ മുമ്പിൽ കിടന്ന് വളർന്ന കുഞ്ഞുങ്ങൾ അത് ഇടിവെട്ടിയിട്ട് പോലും ഈ കുഞ്ഞുങ്ങൾ ഞെട്ടുന്നില്ല രാത്രി വന്നപ്പോൾ. കാരണം എന്നും ഇടിമുഴക്കം പോലുള്ള ഹല്ലേലൂയയും സ്തോത്രവും അന്യഭാഷകളുടെ ശബ്ദവും കേട്ടാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്നത്. അതുകൊണ്ട് ഈ ശബ്ദകോലാഹലങ്ങൾ പീഡിപ്പിക്കുന്നില്ല. എന്നതുപോലെ നമ്മൾ സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് ഒരു കുഴപ്പവും വരാതിരിക്കണമെങ്കിൽ, അവിടുത്തെ അറ്റ്മോസ്ഫിയറുമായി ട്യൂൺ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ബഹളമയമായ ആരാധനയുടെ അകത്ത് തന്നെ വളരുന്നത് നല്ലതാണ്. പറഞ്ഞു വന്നത്, we were bought at a price. നമ്മൾ ചുമ്മാ വലിഞ്ഞു കയറി വന്നതല്ല ദൈവരാജ്യത്തിലേക്ക്. ഒരാൾ നമുക്ക് നല്ല വില കൊടുത്ത് നമ്മൾ വിലക്ക് മേടിച്ചതാണ്. Therefore glorify God in your body. അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. and in your spirit which are God's. അവിടെ തീരുന്നില്ല, നിങ്ങളുടെ ആത്മാവ് കൊണ്ടും ദൈവത്തെ ആരാധിക്കുവിൻ. ഓക്കെ, അടുത്തത് റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് പോകാം. റോമൻസ് ചാപ്റ്റർ നമ്പർ 6, എന്നിട്ട് അതിൻ്റെ 19-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് പോകാം. ഇംഗ്ലീഷ് ആദ്യം വായിക്കാം. I'm using an example from everyday life because of your human limitations. Just as you used to offer yourselves as slaves to impurity, to ever-increasing wickedness, so now offer yourselves as slaves to righteousness, leading to holiness. When you were slaves to sin, you were free from the control of righteousness. 19. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ മാനുഷിക രീതിയിൽ പറയും. ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവ് കുറവായതുകൊണ്ട് ഞാനൊന്ന് ലളിതമാക്കി പറയുകയാണ്. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഒരു കാലത്ത് നിങ്ങളങ്ങനെ പാപം നിങ്ങളുടെ ശരീരത്തിൽ വാഴുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കും. ഇപ്പം ചെയ്യേണ്ടത് എന്താ? വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. റൈറ്റ്? നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. തീരുന്നില്ല. 20-ാമത്തെ വചനം, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. ഓക്കെ, അതിൻ്റെ താഴേക്കൊക്കെ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലം ഉണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കാലത്ത് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ പാപത്തിനും സാത്താനും ഒക്കെ വിട്ടുകൊടുത്തു. ആ പാപം നിങ്ങളുടെ ശരീരത്തിൽ വസിച്ചുകൊണ്ട് നിങ്ങളുടെ അവയവങ്ങളെ
പാപത്തിന് വേണ്ടി ഉപയോഗിച്ചു. പല പല രീതികളിൽ രക്ഷിക്കപ്പെടാതിരുന്ന കാലത്ത് എല്ലാവരും അങ്ങനെ പലതിലൊക്കെ ജീവിച്ചു കാണും. അറിഞ്ഞും അറിയാതെയും പാപങ്ങളിലൊക്കെ ജീവിച്ചു. എന്നാൽ ഇന്ന് ആ വാഴ്ച അങ്ങ് മാറി, പാപത്തിൻ്റെ വാഴ്ച മാറി. ആ ഇരുളിൻ്റെ ഭരണാധിപൻ അഥവാ സാത്താന്യ ശക്തികൾ നിങ്ങളുടെ ശരീരങ്ങളെ വിട്ടുപോയി. ഇപ്പോൾ വിലയ്ക്ക് വാങ്ങിയ ദൈവം നിങ്ങൾക്ക് നൽകിയ ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളിലുള്ളത്. ആ ദൈവാത്മാവിലാണ് ഇനി നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. അതിന് വില കൊടുക്കുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുകൊണ്ട് ഈ ശരീരങ്ങളെ മനഃപൂർവ്വമായി നിങ്ങൾ പഴയതുപോലെ പാപത്തിനോ പൈശാചിക ശക്തികൾക്കോ വീണ്ടും വാഴുവാൻ അവസരം കൊടുക്കാതെ നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്, അല്ലേ? ഒന്നാമത്തേത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വിസ്പർ പ്രൈസസ് ടു ഗോഡ് വെൻ എവർ പോസിബിൾ. വ്യക്തിപരമായി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്യുക. രണ്ടാമത്തേത്, ഒബ്സർവ് ദ നേച്ചർ ആൻഡ് ഗ്ലോറിഫൈ ഗോഡ്. പുറത്തിറങ്ങി ദൈവത്തെ, പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ കരവേലയെ കണ്ട്, ദൈവത്തിൻ്റെ സൃഷ്ടിയെ കണ്ട് ദൈവത്തെ ആരാധിക്കുക. അടുത്ത ഒരെണ്ണം, പ്ലേ വർഷിപ്പ് സോങ്സ് ആൻഡ് സിംഗ് അലോങ്. ഏതെങ്കിലുമൊക്കെ സിസ്റ്റം ഉപയോഗിച്ച് വർഷിപ്പ് മ്യൂസിക് ഇങ്ങനെ ടി വിയിലോ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ പ്ലേ ചെയ്യുക, ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് കൊണ്ടൊക്കെ പ്ലേ ചെയ്യുക, എന്നിട്ട് ദൈവത്തെ ആരാധിക്കുക. അടുത്തത്, ഓഫർ യുവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ്. എഴുതി വെച്ചോ, ശരീരങ്ങളെ ജീവനുള്ള ആരാധനയായി സമർപ്പിക്കുക. അങ്ങനെ 4 എണ്ണമാണ് തന്നത്. അടുത്തത് നമുക്ക് നാളെ കാണാം. കൈനീട്ടം പ്രാർത്ഥിക്കുക. കർത്താവേ, ജനങ്ങളെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ണുകൾക്ക് കുഴപ്പമുള്ള ആരെയും കർത്താവ് സൗഖ്യമാക്കും. നിങ്ങൾ 2 കൈകൾ കണ്ണുകളിലേക്ക് എടുത്തു വയ്ക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഷുഗർ ലെവൽ പലരുടെയും നോർമലാകാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയിൻറ്റുകൾക്കൊക്കെ പെയിനുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നിങ്ങൾ കൈകൾ ഇങ്ങോട്ട് നീട്ടിപ്പിടിക്കുക. കർത്താവെ, ഏത് രോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വിടുതൽ ഇപ്പോൾ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഈ ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് എന്ന് പറയുന്ന ഒരു സാധനം, അതായത് ഈ ആഴത്തിൽ ശ്വസിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ആ വിടുതൽ കർത്താവ് കൽപ്പിക്കുന്നതിനായി നന്ദി. ഏത് രോഗമാണെങ്കിലും കർത്താവ് തൊടണമേ. സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭവനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിവാഹം നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും കർത്താവ് പ്രവർത്തിക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. ഒരു ദിവസം പോലും ഈ മോർണിംഗ് ഗ്ലോറി മുടങ്ങരുതേ. മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കണം. നോട്ട്സ് ടൈപ്പ് ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. God bless you all. See you tomorrow. Bye-bye.